ഇപ്പോൾ AC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മാധ്യമങ്ങൾ കാണുന്നു തത്സമയം. കാർബൺ പതിപ്പാണ് ആഭ്യന്തരം നടത്തുന്ന മുഖ്യമന്ത്രികൾ. ശബരിമല കേസിൽ ഡി മണി ഒളിവിൽ പോകാൻ തുടങ്ങി ഒരുപാട് നാളായല്ലോ. പിടിക്കാൻ പോലീസുണ്ടോ? പിടിക്കാൻ പറ്റിയോ? സത്യത്തിൽ പോലീസിനെ തീർത്തും രാഷ്ട്രീയ വിരോധത്തിന് ഇരയാകുന്ന, പോലീസിനെ തീർത്തും രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന, രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന നടപടിയാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. ഈ കടകംപള്ളി സുരേന്ദ്രൻ അല്ല, ഞാൻ ചോദിക്കുന്നത് AI ഫോട്ടോ ഉണ്ടാക്കിയ നടപടി ഉണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞല്ലോ നിയമപരമായി അത് എല്ലാവർക്കും ബാധകമല്ലേ? എല്ലാവർക്കും ബാധകമല്ലേ? നിയമത്തിന്റെ വഴിയാണെങ്കിൽ നിയമത്തിന്റെ വഴി പോകുന്നതിന് ആരും എതിര് പറയില്ലല്ലോ. മാത്രമേ അതല്ല, മുഖ്യമന്ത്രിയുടെ ഫോട്ടോ ഒറിജിനൽ അല്ല. മുഖ്യമന്ത്രിയുടെ എത്ര ഫോട്ടോ വന്നു? കടകംപള്ളിയുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ ഒറിജിനൽ അല്ല. ഇത് കൃത്യമായിട്ട് ഇത് നിങ്ങൾക്ക് സൗകര്യം ഉണ്ടാകുന്ന രീതിയിൽ വ്യാഖ്യാനിക്കുക. ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം, പോലീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യമല്ല. നിയമം നടപ്പിലാക്കാൻ പോലീസ് നടപ്പിലാക്കിക്കോ, നിയമപരമായി കേസെടുത്തോ. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ വാദത്തിനും വീട് വളഞ്ഞു പിടിച്ച് ആക്രമിക്കാൻ, അതായത് കൊലക്കേസിലെ പ്രതിയാണോ അദ്ദേഹം? ഒളിവ് പോയിട്ടുണ്ടോ എവിടെയെങ്കിലും? എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇതിനകത്ത് വ്യക്തമാണ്, നിയമപരമായിട്ടുള്ള നടപടിയെ ഞങ്ങൾ ആരും ചോദ്യം ചെയ്യാറില്ല. പക്ഷെ അതേ നിയമം എല്ലാവർക്കും ബാധകമാവണം. ഈ കടകംപള്ളിയായിട്ടുള്ള ചിത്രത്തിൽ മുഖ്യമന്ത്രി മൗനം പാലിക്കണം. പ്രത്യേകിച്ച് ഷിബു ബേബി ജോൺ ഇന്നലെ കൂടുതൽ ചിത്രങ്ങൾ വന്ന ചിത്രങ്ങൾ കണ്ടാൽ അത് എത്രമാത്രം ഇതുണ്ട് അതിനകത്ത്. അപ്പം ഇത് ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഈ കാര്യത്തിൽ സുബ്രഹ്മണ്യൻ്റെ അറസ്റ്റിൻ്റെ കാര്യത്തിൽ കേരള പോലീസ് കാണിച്ചിരിക്കുന്നത് കാട്ടുനീതിയാണ് എന്നുള്ളൊരു സംശയമില്ല, ഇരട്ടത്താപ്പാണെന്നുള്ള സംശയമില്ല. അത് കൊണ്ട് പേടിപ്പിച്ചിട്ടൊന്നും ഈ സ്വർണ്ണക്കൊള്ള മറക്കാൻ പറ്റില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. KC വേണുഗോപാൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. വീണ്ടും നമ്മൾ നിർമ്മല ആശുപത്രിക്ക് മുന്നിൽ ലീഗൽ പെർമിഷൻ ഉണ്ട്. ചേവായൂർ പോലീസ് ഇപ്പോൾ സുബ്രഹ്മണ്യനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. പറയൂ നിഖിൽ. നമ്മൾ പറഞ്ഞു തുടങ്ങിയത് അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്ന് അദ്ദേഹത്തെ ചേവായൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. അതിനിടെ അദ്ദേഹത്തിന് ശാരീരിക അസ്വാസ്ഥ്യം ഉണ്ടാകുന്നു. അതേ തുടർന്ന് ഈ ആശുപത്രിയിലേക്ക് പോലീസ് എത്തിക്കുന്നു. പോലീസിന്റെ പദ്ധതി എന്ന് പറയുന്നത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ തന്നെയായിരുന്നു. അല്പസമയം മുൻപ് അദ്ദേഹത്തെ ഈ ആശുപത്രിക്കുള്ളിൽ കയറി DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ കണ്ടപ്പോഴും അദ്ദേഹം പറഞ്ഞത് അറസ്റ്റിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. പ്രവീണിന്റെ അറസ്റ്റ് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കസ്റ്റഡിയിൽ എന്ന് പറഞ്ഞാൽ പിന്നെ അറസ്റ്റ് അല്ലേ? അറസ്റ്റ് ചെയ്ത ആക്ഷൻ എടുക്കാൻ പറ്റുമോ? അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഞാൻ നേരിട്ട് പോലീസിൽ പറഞ്ഞിട്ടുണ്ട്, അകാരണമായ നടപടി, നീതി നിർവഹണത്തിൽ ആദ്യമായ നടപടി. അതായത് ഇദ്ദേഹം ഇപ്പോൾ KM ഷാജി അടക്കമുള്ള നേതാക്കൾ ഇവിടെ എത്തി N സുബ്രഹ്മണ്യനെ കണ്ടിട്ടുണ്ട്. കൂടുതൽ പിന്തുണ, അതായത് കൂടുതൽ ആളുകൾ ഇപ്പോൾ ചേവായൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മുന്നിലേക്കും എത്തുന്നു എന്നുള്ളതാണ് അവിടെയുള്ള നമ്മുടെ പ്രതിനിധി മിഥിലെ അറിയിക്കുന്നത്. അതായത് ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർ ഒന്നടങ്കം N സുബ്രഹ്മണ്യനെ പിന്നിൽ അണിനിരന്നുകൊണ്ട് അദ്ദേഹത്തിന് പിന്തുണ നൽകിക്കൊണ്ട് ഇവിടേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് N സുബ്രഹ്മണ്യൻ ചെയ്തത് ഒരു ഗുരുതരമായിട്ടുള്ള പിഴവല്ല. അദ്ദേഹം ഒരു ചിത്രം ഫേസ്ബുക്കിൽ പങ്കുവയ്ക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ആ ചിത്രത്തിൽ ഉറപ്പുണ്ട് എന്നും കോൺഗ്രസ് നേതൃത്വം അടിയുറച്ചു പറയുന്നു. അതായത് ഒരു ചിത്രമാണ് പങ്കുവച്ചത് എന്ന് പോലീസ് പറയുമ്പോഴും അത് അങ്ങനെയല്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് കോൺഗ്രസ് നേതൃത്വം ഒന്നടങ്കം. ഇപ്പോൾ KM ഷാജി മുസ്ലിം ലീഗ് നേതാവ് അല്പസമയം മുൻപ് ഇവിടെ എത്തി N സുബ്രഹ്മണ്യനെ സന്ദർശിക്കുകയാണ്. അദ്ദേഹത്തിന് BP-യിൽ ഒരു വേരിയേഷൻ ഉണ്ടായതിനെ തുടർന്ന് അദ്ദേഹത്തോട് ഈ ആശുപത്രിയിൽ തന്നെ തുടരാൻ ഡോക്ടർമാർ നിലവിലത്തെ സാഹചര്യത്തിൽ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നിർമ്മല ആശുപത്രിയിൽ തന്നെ അദ്ദേഹം തുടരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. പോലീസിന്റെ പദ്ധതി എന്ന് പറയുന്നത് ഇവിടെ എത്തിച്ച് വൈദ്യപരിശോധന നടത്തിയ ശേഷം അദ്ദേഹത്തെ ചേവായൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്ത് ഒരു പക്ഷേ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനായിരുന്നുവെങ്കിൽ ഇപ്പോൾ അതിൽ നിന്ന് പോലീസ് പുറകോട്ട് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അദ്ദേഹം ഉടൻ ആശുപത്രി വിടുകയാണെങ്കിൽ ചേവായൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചൊരു മൊഴി രേഖപ്പെടുത്തിയ ശേഷം, പ്രാഥമികമായൊരു മൊഴി രേഖപ്പെടുത്തിയ ശേഷം അദ്ദേഹത്തെ മടക്കി അയച്ചേക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ ഈ ആശുപത്രിയിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. DCC പ്രസിഡന്റ് Praveen Kumar അടക്കമുള്ളവർ നേരത്തെ തന്നെ എത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് ആഭ്യന്തര വകുപ്പിന് ഭ്രാന്ത് പിടിച്ച അവസ്ഥയാണ്. ഇന്നിപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള അധ്യക്ഷന്മാരെ നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ നടക്കുകയാണ്. അപ്പോൾ അതിന്റെ വാർത്തകൾ വഴിതിരിച്ചുവിടാൻ, അതായത് കോഴിക്കോട് ജില്ലയിലെ സാഹചര്യം പരിശോധിക്കുമ്പോൾ മിക്കയിടത്തും UDF ആണ് പഞ്ചായത്തുകളിലൊക്കെ തന്നെ അവർക്ക് മുൻതൂക്കമുള്ളത്. സ്വാഭാവികമായിട്ടും ആ മുൻതൂക്കം, ആ UDF-ന് ലഭിക്കാൻ പോകുന്ന വാർത്താ പ്രാധാന്യം അതൊക്കെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കം ഈ പോലീസിന്റെ സഹായത്തോടു കൂടി CPM നടപ്പാക്കി എന്നുള്ളതാണ് അദ്ദേഹം വിവരിക്കുന്നത്. എന്തായാലും KM ഷാജി അടക്കമുള്ള നേതാക്കൾ ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. കൂടുതൽ നേതാക്കൾ ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിച്ചേരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.
അദ്ദേഹത്തിന് BP വേരിയേഷൻ ഉണ്ടായതിനെ തുടർന്നാണ് ഇപ്പോൾ ആശുപത്രിയിൽ തന്നെ, നിർമ്മല ആശുപത്രിയിൽ തന്നെ തുടരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അവിടെ തന്നെ എസ്കൻ ചോദിച്ച മറ്റൊരു ചോദ്യം ഈ AI ചിത്രവുമായി ബന്ധപ്പെട്ടാണ്. അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുകയാണ്. താൻ പങ്കുവച്ചത് ഒരു AI ചിത്രമല്ല എന്ന് അദ്ദേഹം പറയുന്നു. അതോടൊപ്പം തന്നെ DCC പ്രസിഡന്റ് പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ N സുബ്രഹ്മണ്യൻ പങ്കുവച്ചു എന്ന് പറയപ്പെടുന്ന ചിത്രം ഇതേ ദിവസം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ട്. ആ ചിത്രം ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുമുണ്ട്. അപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ ആ ചിത്രം പങ്കുവെക്കുമ്പോൾ പരാതിയോ കേസോ ഇല്ലാതിരിക്കുകയും കോൺഗ്രസ് നേതാവ് അത് പങ്കുവെക്കുമ്പോൾ അത് കേസെടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന നടപടി തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ്. ഇന്നത്തെ വാർത്തകൾ, അതായത് ഇന്നത്തെ വാർത്തകളെ വഴിതിരിച്ചു വിടാനുള്ള ഒരു നീക്കമാണ് തുടങ്ങിയ ആരോപണങ്ങളൊക്കെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ ഇവിടേക്ക് എത്തിച്ചേരുന്നതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യുവ നേതാക്കളടക്കം ആശുപത്രിയിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ശക്തമായിട്ടുള്ള പ്രതിഷേധം ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം അറിയിക്കുന്നത്. നിയമപരമായി ഇക്കാര്യങ്ങളെ നേരിടും, ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാകും. ഇപ്പോൾ ഈ ആശുപത്രിയിലേക്ക് എത്തിയത് തന്നെ തങ്ങളുടെ പ്രതിഷേധം വ്യക്തമാക്കാൻ വേണ്ടിയാണ് എന്നാണ് പറയുന്നത്. മുതിർന്ന നേതാവ് KC അബ്ബമ്മോടൊപ്പം ഉണ്ട്. ഇന്നത്തെ ഈ നീക്കം, അതായത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കുന്ന അതേ ദിവസം നിങ്ങളുടെ ജില്ലയിലെ ഒരു മുതിർന്ന നേതാവിനെ കേസിൽ കുടുക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന് കേൾക്കുന്നു. എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? കോഴിക്കോട് ജില്ലയിലെ 70 പഞ്ചായത്തുകളിൽ 42 പഞ്ചായത്തുകൾ ഇന്ന് UDF അധികാരമേൽക്കുകയാണ്. ചരിത്രത്തിലാദ്യമായി ജില്ലാ പഞ്ചായത്തിൽ UDF ഭരണം ഇന്ന് അധികാരത്തിൽ വരുന്നു. ഈ കഴിഞ്ഞ ലോക്കൽ ബോഡി സെലക്ഷനിലുണ്ടായ നാണംകെട്ട പരാജയത്തെ തുടർന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടുവാൻ വേണ്ടി പ്രത്യേകമായ കാരണങ്ങളൊന്നുമില്ലാതെ ഇങ്ങനൊരു ഫോട്ടോ ഷെയർ ചെയ്തു എന്ന് പറഞ്ഞാൽ ഇതേ കുറ്റം രാജീവ് ചന്ദ്രശേഖരൻ അദ്ദേഹം പങ്കുവച്ചത് AI ചിത്രമാണെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? അങ്ങേയും പങ്കുവച്ച ചിത്രത്തിന്റെ സാങ്കേതികത്വമൊന്നും എനിക്കറിയില്ല. അദ്ദേഹം സംസാരിച്ചപ്പോൾ അദ്ദേഹം പങ്കുവച്ചത് യഥാർത്ഥ ചിത്രമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ യാതൊരു വിധത്തിലുള്ള കൃത്രിമ മേക്കിംഗ് ചിത്രമല്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഏതായാലും മുഖ്യമന്ത്രി എന്തിനാണ് ഇങ്ങനെ ഭയപ്പെടുന്നത്? ഈ സ്വർണ്ണക്കടത്ത് കേസിൽ പോറ്റിയേക്കാൾ വലിയ പ്രതികളായിട്ടുള്ള പത്മകുമാറാണെങ്കിലും അതുപോലുള്ള ആളുകൾ ഒക്കെ വാസുവാണെങ്കിലും അവരൊക്കെ മുഖ്യമന്ത്രിയുടെ അടുത്ത സുഹൃത്തുക്കളാണ്. നേരത്തെ ഷാജി പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിക്ക് മക്കൾ വീക്ക്നെസ്സാണ്, അതോടൊപ്പം സ്വർണവും ഒരു വീക്ക്നെസ്സാണ്. സ്വർണ്ണക്കടത്തിലൊക്കെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരത്തെ ബന്ധപ്പെട്ടതാണല്ലോ. അദ്ദേഹത്തിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയൊക്കെ സസ്പെൻഡ് ചെയ്യുകയും അദ്ദേഹം ജയിലിൽ കഴിയുകയും ചെയ്തതാണ്. മാത്രമല്ല അതിലെ മുഖ്യപ്രതിയായ സ്വപ്ന എന്ന് പറഞ്ഞത് എന്നെ സ്വർണം കടത്താൻ പ്രേരിപ്പിച്ചത് മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ ഇപ്പോൾ N സുബ്രഹ്മണ്യന്റെ ആരോഗ്യനില ഇപ്പൊ എങ്ങനെയാണ്? അദ്ദേഹത്തിന് ഇപ്പോൾ BP കൂടിയിട്ട് 200 BP ആയി. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ നിർത്തണം എന്ന് ഡോക്ടർമാർ പറഞ്ഞിരിക്കുക. ഏതായാലും ബെയിലബിൾ ഒഫൻസാണ് ഇന്നലെ കേസെടുത്തത്. അതിൻ്റെ പുലർച്ചെ ഇങ്ങനെ വീടൊക്കെ വളഞ്ഞു വെച്ച് ആളുകളെ ഭയപ്പെടുത്തുന്ന രൂപത്തിൽ ഒരു അറസ്റ്റ് അത് അനാവശ്യമാണ്. അത് തന്നെയാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഒരു ബെയിലബിൾ ഒഫൻസിന് കേസെടുത്ത N സുബ്രഹ്മണ്യൻ എന്തിനാണ് ഇത്തരത്തിലൊരു അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോയത് എന്നുള്ള സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇപ്പോൾ അദ്ദേഹത്തെ സന്ദർശിച്ച ശേഷം KM ഷാജി ഇവിടെ നിന്ന് മടങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കൂടുതൽ നേതാക്കൾ ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഒരുപക്ഷെ അദ്ദേഹം ഈ ആരോഗ്യനില തൃപ്തികരമാവുകയാണെങ്കിൽ ആശുപത്രി വിടും എന്നുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നേരെ ചേവായൂർ പോലീസ് സ്റ്റേഷനിലേക്കായിരിക്കും അദ്ദേഹത്തെ കൊണ്ടുപോകുക. ഇത്രമേൽ ഇത് ചർച്ചയായ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ പോലീസ് ഇക്കാര്യത്തിൽ ഒരു U-ടേൺ അടിക്കുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം ആദ്യഘട്ടത്തിൽ പോലീസ് അറിയിച്ചിരുന്നത് അറസ്റ്റ് എന്നുള്ള നടപടികളിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോയിരുന്നെങ്കിൽ ഇപ്പോൾ അതിൽ നിന്ന് ഒരുപക്ഷെ പോലീസ് പുറകോട്ട് പോകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എന്തായാലും നിർമ്മല ആശുപത്രിയിൽ തന്നെയാണ് നമ്മൾ ഉള്ളത്. അദ്ദേഹത്തെ ഇതുവരെ പുറത്തോട്ട് കൊണ്ടുവന്നിട്ടില്ല. അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാവുകയാണെങ്കിൽ ഇവിടുന്ന് കൊണ്ടുപോകുമെന്നുള്ളതാണ് പോലീസ് അറിയിക്കുന്നത്. ഓക്കെ, താങ്ക് യു നിഖിൽ പ്രവേശ്. ചേവായൂർ പോലീസ് പുലിവാലി പിടിച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കോൺഗ്രസ് നേതാക്കളും മറ്റുള്ളവരും ഈ അറസ്റ്റിനെ കുറിച്ച് പരിഹസിക്കാൻ തുടങ്ങിയതോടെ പോലീസ് ഫേസ് സേവ് ചെയ്യാനും തലയൂരാനും ശ്രമിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.